നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ഇസ്ലാമിക മതപണ്ഡിതന്മാരോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് വട്ടം പറഞ്ഞ കാര്യമാണ്, എന്നാലും വീണ്ടും വീണ്ടും പറയേണ്ട സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നുള്ള തിരിച്ചറിവിലാണ് വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. ഇസ്ലാം മതത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രവാചകന്റെ സുന്നത്തുകളും പ്രവാചകന്റെ ജീവിതചര്യങ്ങളും മറ്റ് പ്രവാചകന്മാരെ കുറിച്ചും ഖുർആാനും ഖുർആന്റെ അർത്ഥങ്ങളും അള്ളാഹുവിനെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മാത്രം മറ്റുള്ളവരോട് അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസികളോടോ അല്ലെങ്കിൽ മറ്റു സമുദായക്കാരോടോ പറയുമ്പോൾ മാത്രമല്ല നിങ്ങളൊരു നല്ല മതപ്രഭാഷകരാകുന്നത്. മറിച്ച് അതേ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രവാചകന്റെ സുന്നത്തുകളും ആരെങ്കിലും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചടിക്കുകയോ വക്രീകരിക്കുകയോ കളങ്കപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അതിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് അത് തെറ്റാണെന്നും അതും ഇസ്ലാമിന്റെ ആശയങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്നും അത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് എതിരാണെന്നും പറയുമ്പോൾ കൂടിയാണ് നിങ്ങളൊരു നല്ല മതപ്രഭാഷകനാകുന്നത്. ഞാനിത് വീണ്ടും പറയേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ മനുഷ്യരിൽ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രവാചകന്റെ സുന്നത്തുകളുമൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുകയും വക്രീകരിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വിഭാഗമേ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നുള്ളൂ. അത് മറ്റാരുമല്ല, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കൊച്ചു കേരളത്തിൽ തന്നെ. പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുനാഫിക് ലീഗ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഇതുവരെ നേരം വെളുക്കാത്ത കുറെ പ്രവർത്തകരും പിന്നെ ചില പ്രാദേശിക നേതാക്കളും പാണക്കാട് കുടുംബത്തിൽ നിന്നും എന്തെങ്കിലും എച്ചിൽ കിട്ടുന്നത് നക്കി ജീവിക്കുന്ന കുറെ തലപ്പാക്ക് കെട്ടിയ കുറെ മൂല്യാക്കന്മാർ മാത്രമാണ് ഈ ഇസ്ലാമിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കുന്നത്. സംഘപരിവാർ ഇസ്ലാമിനെതിരെ വാളെടുക്കുന്നുണ്ട്, ക്രിസംഗികൾ ഇസ്ലാമിനെതിരെ വാളെടുക്കുന്നുണ്ട്, ഇസ്ലാമിക വിരുദ്ധർ ഇസ്ലാമിനെതിരെ അപവാദങ്ങൾ പറയുന്നുണ്ട്. അവർക്കൊന്നും ഇസ്ലാമിനെ കുറിച്ചൊന്നും അറിയത്തില്ല, അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും ഇസ്ലാം എന്താണെന്ന് അറിയുകയും ചെയ്യുന്ന ഈ വിഭാഗം തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാമിനെ നാശമാക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൻ ശ്രമിക്കുന്നത്. ലീഗിന്റെ അണികളും പ്രാദേശിക നേതാക്കളും ഇസ്ലാമിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കുന്നത് നിരവധി തവണ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട്. അതിനൊന്നും ഒരു ഉപയോഗവും ഉണ്ടായിട്ടില്ല. പക്ഷെ വീണ്ടും വീണ്ടും പുതിയത് കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോവേണ്ട സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴിത് പറയാൻ കാരണം, പുതിയ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്, പുതിയ ഒരു ഇബിലീസും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതാ ആ വീഡിയോ നിങ്ങൾ പലരും കണ്ടതാണ്. 2 ദിവസം കഴിഞ്ഞു ഈ വീഡിയോ പുറത്തിറങ്ങിയിട്ട്. ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഒരു മതപണ്ഡിതന്മാരും ഇത് പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്. എന്തായാലും ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഒന്നുകൂടി നമുക്കൊന്ന് കാണാം. മക്ക KMCC ഇവിടെ ഇല്ലെങ്കിൽ, മക്ക KMCC ഇവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഹജ്ജ് തന്നെ നടക്കാൻ പോകുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ അത്രയും സേവനങ്ങൾ. കേട്ടല്ലോ, ലോക മുസ്ലിങ്ങളുടെ പവിത്രമായ മണ്ണാണ് മക്കയും മദീനയും. ലോക മുസ്ലിങ്ങളുടെ പവിത്രമായ ഒരു ആരാധനയാണ് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. പ്രവാചകന്റെ കാലം തൊട്ടേ ഉള്ള ഒരു ആരാധനയാണ് ഈ പറയുന്ന ഹജ്ജ്. കഴിവുള്ള മുസ്ലിങ്ങളെല്ലാം അത് ചെയ്യണമെന്നാണ്. പക്ഷെ പ്രവാചകന്റെ കാലം തൊട്ടേ ഉള്ള ഈ ഹജ്ജ് സൗദി ഗവൺമെന്റ്, അന്നത്തെ ഭരണാധികാരികളും ഇപ്പോൾ നിലവിലുള്ള ഭരണാധികാരികളും ഭരണവും ഈ ലോകത്ത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിലും ഒരു വിശ്വാസികൾക്കും ചെയ്തു കൊടുക്കാത്തതിനേക്കാൾ എത്രയോ 10 മടങ്ങ് സൗകര്യങ്ങളാണ് സൗദി ഗവൺമെന്റ് ഈ ഹജ്ജിന്റെ എത്തുന്ന ഹാജിമാർക്ക് ചെയ്തു കൊടുക്കുന്നത്. പ്രശംസനീയമാണ്. കാരണം അത്രയ്ക്ക് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി, എന്നാലും ചെറിയ വീഴ്ചകൾ വരാറുണ്ടില്ല എന്ന് പറയും. പക്ഷെ അത്രയും മഹത്തരമായ ആ സേവനങ്ങളാണ് ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹാജിമാർക്ക് വേണ്ടി സൗദി ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോ മക്ക KMCC ഇല്ലെങ്കിൽ ഹജ്ജ് തന്നെ നടത്താൻ പോകുന്നില്ല എന്ന ഒരു ഇതിലേക്ക് ഒരുപക്ഷെ അവരുടെ സംഘടനയെ അത്രത്തോളം പ്രകീർത്തിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്കാകാം. പക്ഷെ ഒരു യഥാർത്ഥ മുസൽമാന് അത് പറയാൻ പറ്റത്തില്ല. മക്ക KMCC ഇല്ലെങ്കിൽ ഹജ്ജ് നടത്താം. കാരണം ഹജ്ജ് തുടങ്ങിയിട്ട് പ്രവാചകന്റെ കാലം മുതലുള്ളതാണ്. അപ്പൊ ഈ മക്ക KMCC തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇനി ഈ ഇബിലീസിന്റെ സന്തതികൾ, ഈ ജാഹിരീങ്ങൾ, ഈ അബൂജാഹിലിന്റെ പിൻഗാമികൾ ഇനി നാളെ വീണ്ടും പറയും വേണമെങ്കിൽ കഅബാലയം നിർമ്മിച്ചത് പാണക്കാട് ശിഹാബലിയാണ്, ഹജറുൽ അസ്വദ് കൊണ്ടുവച്ചത് പാണക്കാട് ഹൈദരാലിയാണെന്ന് വേണമെങ്കിൽ ഇതുപോലെയുള്ള ജാഹിലീങ്ങളുടെ കൂട്ടങ്ങൾ കയ്യടി നേടാൻ വേണ്ടി പറയും. ആ പറഞ്ഞ മൊയന്തിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും എടുക്കാനില്ല, കാരണം അവനെന്തോ നേടാനുണ്ട്. പക്ഷെ അവിടെ ഇരുന്ന് കയ്യടിച്ച ആ മൊയന്തുകൾ ഉണ്ടല്ലോ, അവന്മാരോട് ചോദിക്കുകയാണ്, നീയൊന്നും ഇല്ലെങ്കിൽ ഹജ്ജ് നടക്കത്തില്ലേ? അവിടെ എത്രയോ സംഘടനകൾ, നവോദയ, കേളി തുടങ്ങി മറ്റ് എത്രയോ സന്നദ്ധ സംഘടനകൾ അവിടെ പ്രവർത്തനം നടത്താറുണ്ട്, അവിടെ സേവനം ചെയ്യാറുണ്ട്. പക്ഷെ അവരാരും ആ പ്രവർത്തനങ്ങളെ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാറില്ല. ഈ പറയുന്ന നവോദയ എന്ന് പറയുന്ന സംഘടനയിലും കേളി എന്ന് പറയുന്ന സംഘടനകളിലും മറ്റ് സംഘടനകളിലും ഒക്കെ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ട്, മതമുള്ളവനും മതമില്ലാത്തവനും ഉണ്ട്. അവിടെ എത്തിപ്പെടാൻ പറ്റുന്നവർ അവിടെ എത്തിപ്പെടും, അല്ലാത്തവർ പുറത്തു നിന്നുകൊണ്ട് അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്.
അവരാരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കാറില്ല. എന്തൊക്കെ തരത്തിലാണ് ഇസ്ലാമിന്റെ ആശയങ്ങളെ ഈ പറയുന്ന ഈ ഇബ്ലീസിന്റെ സന്തതികൾ വളച്ചൊടിക്കുന്നത്. മുമ്പ് റഹ്മത്തുള്ളാഹി കാസിമി, പിന്നെ വേറെ കുറെ തലപ്പാക്കെട്ട് കെട്ടിയ മൂല്യാക്കന്മാർ, പിന്നെ ഇതുപോലെയുള്ള ജാഹിലീങ്ങൾ, അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ടും ഇതിനെതിരെ ഇവർക്കൊക്കെ വിവരമില്ലാത്തത് കൊണ്ടിട്ടാണ് ഇവരെ ഇതൊക്കെ പറയുന്നത്. വേണമെങ്കിൽ ഒരു തർക്കത്തിന് വേണ്ടി സംസാരിക്കാം. പക്ഷെ വിവരമുണ്ട് എന്ന് കരുതുന്ന 1000 പള്ളിയുടെ ഖാദിമാരടങ്ങുന്ന പാണക്കാട് കുടുംബത്തിലുള്ള ഒരുത്തരും ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷിയില്ലേ? അവർക്ക് പറഞ്ഞൂടെ ഇതൊന്നും ഇസ്ലാമിന്റെ ആശയങ്ങളിൽ പെട്ടതല്ല, നിങ്ങൾ ലീഗിനെ വളർത്താൻ വേണ്ടി, നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി നിങ്ങൾ ഇസ്ലാമിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കരുതേ, നിങ്ങൾ ഇസ്ലാമിന്റെ ആശയങ്ങളെ വക്രീകരിക്കരുതേ, നിങ്ങൾ ഇസ്ലാമിന്റെ ആശയങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ കളങ്കപ്പെടുത്തരുതേ എന്ന് പാണക്കാട്ടുള്ള ആർക്കെങ്കിലും വാതുറന്ന് പറഞ്ഞൂടെ? അവർ പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങും. നേരം വെളുക്കാത്ത ലീഗ് പ്രവർത്തകർക്ക് നേരം വെളുത്ത് ബുദ്ധി ഉദിക്കും. അവർ ഇസ്ലാമിനെ കുറിച്ച് വീണ്ടും പഠിക്കാൻ ശ്രമിക്കും. പിന്നെ ഇവന്മാർ പറയുന്നത് പോലെ കോണി കൂട്ടുകുത്തിയാൽ സ്വർഗത്തിൽ പോവില്ല എന്ന് അവർ മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് അവർ വാതുറക്കില്ല. അവർ വാതുറക്കുന്നത് സംഘപരിവാറിന് വേണ്ടി, പിന്നെ വിഴുപ്പലക്കാൻ വേണ്ടി മാത്രമേ അവർ വാതുറക്കൂ. അപ്പൊ കേരളത്തിലെ പണ്ഡിതന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല വീഡിയോകളും കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ ഇന്ന് വരെ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾ പ്രതികരിക്കും. ഏതെങ്കിലും ഒരു ഉമ്മ അവരുടെ ചെറുപ്പകാലത്ത് കഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവരുടെ മക്കൾ അവരുടെ സന്തോഷത്തിന് വേണ്ടി കുളുവിലോ മനാലിയിലോ പോയി ഒന്ന് അടിച്ചു പൊളിക്കുന്ന വീഡിയോ എടുത്തിട്ടാൽ നിങ്ങൾ അതിനെതിരെ വാളോങ്ങും. ഏതെങ്കിലും ഒരു മുസ്ലിം പെണ്ണ് തലയിൽ തുണിയിടാതെ തെരുവിൽ കിടന്ന് ഡാൻസ് ആടിയാൽ നിങ്ങൾ അതിനെതിരെ വാളോങ്ങും. നിങ്ങൾ വാളോങ്ങണം, നിങ്ങൾ അതിനെതിരെയും സംസാരിക്കണം. അതിനാണല്ലോ ഇസ്ലാമിക മതപണ്ഡിതന്മാർ. പക്ഷെ ഇതുപോലെയുള്ള ഇസ്ലാമിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കുന്ന അബൂജാഹിലിന്റെ പിൻഗാമികളെയും ഇബ്ലീസിന്റെ സന്തതികൾക്കെതിരെയും കൂടി നിങ്ങൾ പ്രതികരിക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാളെ പടച്ചിറപ്പിന്റെ മുമ്പിൽ ചെന്നാൽ ഇതിനൊന്നും ഉത്തരം പറയാതെ നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുമെന്ന്? പ്രവാചകന്റെ ആശയങ്ങളെ വളച്ചൊടിക്കുമ്പോൾ, പ്രവാചകന്റെ സുന്നത്തുകളെ വളച്ചൊടിക്കുമ്പോൾ, പ്രവാചകന്റെ ജീവിതചര്യകളുടെ ആശയങ്ങളെ വളച്ചൊടിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ പ്രവാചകന്റെ പിൻതലമുറക്കാരാണെന്ന് വിശ്വാസികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടാതെ, നിങ്ങൾ സംസാരിക്കാതെ കടന്നുപോയാൽ നാളെ പടത്തിറപ്പിന്റെ മുമ്പിൽ നിങ്ങൾ തല ഉയർത്തി നിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഏത് ആഫിലോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് ബിരുദമുള്ളവരോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര വലിയ തലപ്പാക്കെട്ട് കെട്ടിയാലും എത്ര നീളത്തിൽ താടി വളർത്തിയാലും ഈ പറയുന്ന തെമ്മാടിത്തരങ്ങൾക്കെതിരെ നിങ്ങൾ വിരൽ ചൂണ്ടാതെ നിങ്ങൾ പടത്തിറപ്പിന്റെ മുമ്പിൽ നിങ്ങൾ കടന്നു പോവില്ല. ഞാൻ പഠിച്ച ഇസ്ലാം അങ്ങനെയാണ്. ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പിന്നെ എറണാകുളം, തൃശ്ശൂർ അങ്ങനെയുള്ള വിശ്വാസികളൊന്നും അവരുടെ വരയപ്പെടത്തില്ല. മലപ്പുറം, കണ്ണൂര്, കോഴിക്കോട്, കാസർഗോഡ് അങ്ങനെയുള്ള ആ ജില്ലകളിലെ കുറെ വിശ്വാസികളാണ് കോണിക്കോട്ട് കുത്തിയാ സ്വർഗത്തിൽ പോവാന്നും പറഞ്ഞ് കാത്തിരിക്കുന്നത്. ആ വിശ്വാസികളെ വഴിപിഴച്ചു പോകുന്ന വിശ്വാസികളെ നേർവഴിക്ക് നടത്തുക എന്നുള്ള ഉദ്ദേശവും കൂടി മതപണ്ഡിതന്മാർക്കുണ്ട്. മറ്റു മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരൻ ഇസ്ലാമിന്റെ ആശയങ്ങളെ ഒന്ന് വളച്ചൊടിച്ചാൽ എല്ലാ പണ്ഡിതന്മാരും അതിനെതിരെ സംസാരിക്കും. അത് അങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. പക്ഷെ ഞമ്മന്റെ ആൾക്കാർ, നമ്മുടെ കൗമിൽപ്പെട്ട ആൾക്കാർ ഇസ്ലാമിന്റെ മതങ്ങളെ ഏതൊക്കെ രീതിയിൽ വളച്ചൊടിച്ചാലും ആർക്കും ഒരു പ്രശ്നമില്ല. ഞാൻ നിർത്തുന്നു. അവസാനമായിട്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. കേരളത്തിലെ മതപണ്ഡിതന്മാരെ വെല്ലുവിളിക്കാനുള്ള അറിവും തിരിച്ചറിവും ഒന്നും എനിക്കില്ല. പക്ഷെ ഞാൻ പഠിച്ച ഇസ്ലാമിന്റെ ആശയങ്ങളെ മുന്നിൽ നിർത്തി എനിക്ക് കേരളത്തിലെ എല്ലാ മതപണ്ഡിതന്മാരോടും പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അള്ളാഹുവിനെ നിങ്ങൾ ഭയക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഖബർ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഭയക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ നട്ടല് പാണക്കാട് കുടുംബത്തെ കൊണ്ട് പണയം വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കണം. നിങ്ങൾ ഇതിനെതിരെ സംസാരിക്കണം. വഴിപിഴച്ചു പോകുന്ന ഇസ്ലാമിന്റെ വിശ്വാസികളെ നിങ്ങൾ നേർവഴിക്ക് കൊണ്ടുവരണം. കാരണം മറ്റു സമുദായക്കാർ എന്ത് കരുതും? അപ്പൊ ഈ ഹജ്ജിന് അത്ര പ്രാധാന്യമേ ഉള്ളൂ, മക്കയിലെ KMCC നടത്തുന്നതാണോ ഹജ്ജ് എന്ന് അവർ തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധാരണയ്ക്ക് നിങ്ങൾ വഴിയൊരുക്കരുത്. നിങ്ങളെപ്പോലുള്ള മതപണ്ഡിതന്മാർ അതിന് മുന്നിട്ട് വരണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു.